السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله الطاهرين وأصحابه الفائزين أجمعين أما بعد. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് സമാഗതമാവുകയാണ്. നാളെ ഞായറാഴ്ച അസ്തമന ശേഷം പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ പൊന്നമ്പിളി ആകാശത്ത് ദൃശ്യമായാൽ തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 1 ആഗതമാവുകയാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ ആഗതമാകുമ്പോൾ വിശ്വാസികളുടെ ഹൃദയം സന്തോഷത്താൽ നിറയുകയാണ്. പരിശുദ്ധമായ മക്കയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോട് അനുബന്ധിച്ച് ഹബീബായ നിബിതങ്ങൾ ജനിച്ച സ്ഥലം സന്ദർശിക്കാറുണ്ടായിരുന്നു എന്ന് മവാഹിബുൽ ലദുന്നിയ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. വഖീല ലിഇസ്നൈ അശറ വഅലൈഹി അമലു അഹ്ലി മക്കത്ത ഫീ സിയാറത്തിഹിം മൗളിഅ മൗലിദിഹി ഫീ ഹാദൽ വഖ്ത് വൽ മശ്ഹൂർ അന്നഹു ഉലിദ യൗമുൽ ഇസ്നൈനി സാനി അശറ ഷഹ്രി റബീഉൽ അവ്വൽ. ഒന്നാം വാല്യം 142 പേജിൽ അൽ മവാഹിബുൽ ലദുനിയയിൽ ഇത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. നബിദിനം ആഘോഷിക്കരുത് എന്ന് പറഞ്ഞു നടക്കുന്നവരുടെ നേതാവായ ഇബ്നു തൈമിയ പോലും പറഞ്ഞത് തഅലീമുൽ മൗലിദി തഅലീമുൽ മൗലിദി വയുത്തിഹാദുഹു മൗസിമൻ ഖദ് യഫ്അലുഹു ബഅ്ദുൻ നാസ് എന്ന് തുടങ്ങുന്ന കുറേ ഉദ്ധരണികൾ കാണാൻ കഴിയും. മൗലിദിനെ ബഹുമാനിക്കലും അതിനെ ഒരു ആഘോഷ ദിനമായി ആചരിക്കലും ചില ജനങ്ങൾ ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. അവരുടെ നല്ല ഉദ്ദേശവും നബിതങ്ങളെ ബഹുമാനിക്കുന്നതിനാലും അവർക്ക് ഉന്നതമായ പ്രതിഫലം ലഭിക്കുന്നതാണെന്ന് ഇബ്നു തൈമിയ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വലിയ അനുഗ്രഹമാണ്, ഒരു നിഅമത്താണ്, റഹ്മത്താണ്. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഈ ആയത്തിൽ ഈ ഫള് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൽമാണ് എന്നും വബിറഹ്മതിഹി എന്നുകൊണ്ട് വിവക്ഷിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്നും റൂഹുൽ മആനി 11-ാം വാല്യം 141 പേജിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു റഹ്മത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബി തങ്ങളെ ലോകത്തിന് അനുഗ്രഹീതരായിട്ടല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആനും കൂടി ചേർത്ത് വായിക്കുമ്പോൾ നബിതങ്ങൾ ഒരു അനുഗ്രഹമാണ്, ഒരു നിഅമത്താണ് എന്ന് നമുക്ക് സുതാര്യം വ്യക്തമാകുന്നതാണ്. അപ്പോൾ പരിശുദ്ധമായ റബീഉൽ അവ്വൽ ആഗതമാകുമ്പോൾ വിശ്വാസികൾ നബിയുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ പുണ്യകരമാണ്, പ്രതിഫലാർഹമാണ് എന്ന് ധാരാളം കിതാബുകളിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റും. മാത്രമല്ല നബിയുടെ ജന്മദിനം ആഗതമായപ്പോൾ ഏറ്റവും കൂടുതൽ കരഞ്ഞത് അത് ഇബ്ലീസാണ് എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നും അദ്ദേഹത്തിൻ്റെ അനുയായികൾ കരഞ്ഞുകൊണ്ട് നടക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ നബിതങ്ങളുടെ ജന്മദിനം നാം സന്തോഷിക്കുക, കൊണ്ടാടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.